മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ അപകടത്തിനിരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക 50% ഉയർത്തി വനം വകുപ്പ്. വനാതിർത്തി പ്രദേശവാസികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയും നടപ്പാക്കും. നാടൻ കുരങ്ങിന് സംരക്ഷണ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ജ്യോതിഷ് ജനാർദ്ദനൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജ്യോതിഷ്, പറയും. ഗൗതം, സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ കൂടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അപകടത്തിനിരയാകുന്നവർക്ക് നിലവിൽ ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയുടെ 50% കൂടിയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് ഈ അപകടത്തിനിരയാകുന്നവർക്കും മരണം സംഭവിക്കുന്നവർക്കും ഈ തുകയുടെ നിലവിലത്തെ തുകയിൽ നിന്ന് 50% വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ദുരിത ഇൻഷുറൻസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് തുകയിലും മാറ്റം വന്നിട്ടുണ്ട്. അതും കാര്യമായി തന്നെ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, വന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിസ്സാര കേസുകളുണ്ട്. അതായത് വനത്തിൽ അതിക്രമിച്ച് കയറിയ, അതുപോലെ തന്നെ ഈ നമ്മൾ തേക്ക്, അതുപോലെ ഈട്ടി, ചന്ദനമരം അല്ലാത്ത മറ്റ് സാധാരണ മരങ്ങളുണ്ട്. അത്തരം മരങ്ങൾ ഒടിച്ച് അതിൻ്റെ കമ്പുകൾ ഒടിച്ചു എന്ന പേരിലൊക്കെ കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ദീർഘനാളത്തേക്കിനാണ് ആ കേസുകൾ ഒരു പരിഹാരം ഉണ്ടാകാതെ, തീരുമാനമാകാതെ നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം കേസുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന്, അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അത്തരം ചെറിയ കേസുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പ്രധാനമായും മറ്റൊരു കാര്യമുള്ളത് ഈ നാടൻ കുരങ്ങുകളുടെ കാര്യമാണ്. ഈ നാടൻ കുരങ്ങുകൾ കൃഷി നശിപ്പിക്കുന്നതിനെ തുടർന്ന് വലിയ രീതിയിൽ അതിനെ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിട്ടുണ്ട്. അതിനുള്ള ഭേദഗതി വരുത്താനും ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു സംരക്ഷണ മൃഗമായിട്ട് നാടൻ കുരങ്ങ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാടൻ കുരങ്ങിനെ ഇപ്പോൾ കൊലപ്പെടുത്താനോ മറ്റ് അതിൻ്റെ മാംസം വിൽക്കാനോ ഒക്കെ പല ശ്രമങ്ങളും പലയിടത്തും നടന്നിട്ടുണ്ട്. കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരം ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1000-ഓളം വന്യജീവി ആക്രമണത്തിലൂടെ 1000 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ നഷ്ടപരിഹാര തുകയും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായും സംസ്ഥാനത്ത് പാലക്കാട്, വയനാട്, ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുകൂലമായൊരു ഭേദഗതി വരുത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഗൗതം.